ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായി ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ലൈക്കും കമൻറ്റും ചെയ്യാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്നൊരു ടെമ്പിൾ വ്ളോഗാണ്. ചിറ്റൂർക്കാവിലായിരുന്നു കേട്ടോ പോയത്. കൊങ്ങമ്പടിയായിരുന്നു ഇന്നലെ വൈകുന്നേരം. അപ്പോൾ രാവിലെ തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോഴും രാവിലെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഓരോ കടകളും സാധനങ്ങളും ആൾക്കാരും അങ്ങനെ ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരുന്നു. എവിടെ ചെരുപ്പ് അഴിക്കണമെന്ന് പോലും അറിയില്ല, കാരണം അത്ര തിരക്കുണ്ടായിരുന്നു. ചെരുപ്പ് പോയാൽ പോയി. അപ്പോൾ ആദ്യം അമ്പലത്തിനുള്ളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അമ്പലത്തിനുള്ളിൽ തൊഴാൻ മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ മുൻവശത്ത്. പിന്നെ ബാക്കിലൊക്കെ കാണുമ്പോൾ അധികം തിരക്കൊന്നുമില്ല. പിന്നെ ഇതാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്ന സ്ഥലം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിലും ഒരു അമ്പലം കൂടി ഉണ്ട്. അപ്പോൾ അവിടെയും പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൻ്റെ ഭംഗി കണ്ടിട്ട് അമ്പലത്തിൻ്റെ ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്കും ഒരു ഫോട്ടോ ഒന്നോ രണ്ടെണ്ണം എടുത്തിട്ട് അടുത്ത അമ്പലത്തേക്ക് പോകാൻ. അതിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ അമ്പലം. അപ്പോൾ അവിടെയും പോയി. അവിടെയും തൊഴുതുണ്ട് അവിടെ മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല കേട്ടോ. പിന്നെ അവിടെയും പോയിട്ട് അവിടെയും വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് നേരം അമ്പലത്തിൽ പോയി ഇരിക്കണമല്ലോ, അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വരികയായിരുന്നു കേട്ടോ. പിന്നെയാണ് സമയം പോകാൻ വേണ്ടിയിട്ട് ഫോട്ടോവും വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്തായി ശരി ഇറങ്ങാൻ വേണ്ടിയിട്ട് വെളി വന്നപ്പോൾ നിറയെ കമ്മലും മാലയും എല്ലാം കണ്ടു. അപ്പോൾ കമ്മലിൻ്റെ സെക്ഷനിലാണ് ആദ്യം പോയത് കേട്ടോ. അപ്പോൾ അവിടെ പോയി വെറുതെ നോക്കി എന്തെടുക്കുക പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനൊരു സൈൻ കൊടുത്തു. ഞാൻ ഈ സ്ലൈഡാണ് കേട്ടോ എടുത്തത്. ഞാനത് മാത്രം എടുത്തു, ബാക്കിയൊക്കെ കൊടുക്കാത്ത വിലയായിരുന്നു. പിന്നെ എത്ര വലുതായാലും നമുക്ക് കുട്ടികളുടെ മനസ്സാണല്ലോ. അപ്പോൾ കളിപ്പാട്ടം കണ്ട് എവിടെയും ഒരു നിമിഷം നിന്ന് പോകണ്ട. അപ്പോൾ അങ്ങനെ കളിപ്പാട്ട കടയിലായിരുന്നു ആദ്യം കയറിയത്. പിന്നെ അവിടെ കുറേ ഓർമ്മകൾ പുതുപ്പിക്കുന്ന കുറച്ച് സാധനങ്ങൾ കണ്ടു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് തോന്നുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു സ്റ്റെതസ്കോപ്പ് കണ്ടു. ഞാൻ അത്ഭുതത്തോടെ നിന്നുപോയി. ഇതൊക്കെ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുമെന്ന്, കാരണം ഒറിജിനൽ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫോണ്, അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കരണ്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താണെന്ന് മനസ്സിലായി. ഇത് സ്ലേറ്റാണ് കേട്ടോ എഴുതണത്. അതിപ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി. പിന്നെ ഈ ഫോൺ ആരും മറക്കില്ലല്ലോ, അപ്പടി ഫോണാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം തിരക്ക് ഒഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പക്ഷേ വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും കമ്മലക്കട കണ്ട് നിന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിയും പിള്ളേരുമാണ് കേട്ടോ നിന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കമ്മൽ നോക്കി ഒന്നും മേടിച്ചില്ല, കാരണം റേറ്റ് കേട്ടിട്ട് അതിശയപ്പെട്ടു പോയി. 120 200ഒക്കെയാണ്. പിന്നെ പൊരിയും ഹൽവയും മേടിക്കാൻ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് നോക്കി കേട്ടോ. എന്നിട്ട് ഞാൻ പൊരിയും ഹൽവയും പിന്നെ നമ്മുടെ കോലുമുട്ടായില്ലേ, ചോക്കുമുട്ടായി, അതും മേടിച്ചിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമായിരുന്നു കേട്ടോ. നടന്നു പോകുമ്പോൾ പിന്നെ ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ച. പണ്ട് എനിക്കിതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ചെറിയ കുട്ടികൾ കളിക്കുന്ന ഈ എന്താ പറയുക നമ്മുടെ അടുക്കളേൻ്റെ സെറ്റുകൾ ഇതെല്ലാം കുഞ്ഞു സ്റ്റീലിൻ്റെയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ വഴിയെടുത്ത് ഒരു ടെഡി ബിയർ കണ്ടു കേട്ടോ. കുഞ്ഞ് ടെഡി ബിയർ ആണെങ്കിലും 400-500 രൂപയാണ് കേട്ടോ പ്രൈസ് പറഞ്ഞത്. അപ്പോൾ ശരി പോയി വീഡിയോ എടുത്ത് വന്നു. ഇത്രയൊക്കെ അടുത്തായിട്ട് ഞാൻ കൊങ്ങമ്പടിക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൈവേഷമൊക്കെയാണ് അതിൽ കണ്ടിട്ടുള്ളത്. ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ കടയിൽ പോയിട്ട് ഞാനൊരു സമോസയും ചായയുമാണ് കേട്ടോ കുടിച്ചത്. അങ്ങനെ അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, കാരണം 9:45 10:45 ബസ്. അപ്പോൾ എങ്ങനെയൊക്കെ സമയം പോകാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഒരാൾക്ക് മൂക്കുത്തി എന്തൊക്കെയോ മേടിക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഗ്ലാമപ്പിൽ പോയി. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 5 രൂപ മുതൽ കമ്മൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ, സ്കൂളിൻ്റെ അടുത്താണ് ഈ കട, സ്കൂളിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതിക്കാനും. പിന്നെ കണ്ണാടി കണ്ട് അവിടെ പോയാലും നമുക്ക് വീഡിയോ എടുക്കണമല്ലോ, അങ്ങനെ എടുത്തു. ഇതാണ് 5 രൂപയുടെ കമ്മലും, അതൊക്കെ ഒരു 8 രൂപ അങ്ങനെയുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് ഒരു ക്യൂട്ട് കണ്ണാടി കണ്ടപ്പോൾ അതിനും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തിക്ക് മൂക്കുത്തി വേണം പറഞ്ഞു. അങ്ങനെ മൂക്കുത്തി അവർക്ക് എടുത്തു. അതിൽ നിന്ന് കുറേ സമയം പോയിട്ടാണ്. സമയം എങ്ങനെ ചിലവാക്കും, അതാണ് പ്രധാന ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ഇതൊരു കമ്മൽ കണ്ടു. ഇതൊക്കെ ആരെങ്കിലും ഇടുമോയെന്ന് വരെ ഞാൻ സംശയിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയോളം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടാ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ.